കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നിന്ന് ഏവർക്കും വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളെന്ന പോലെ വീണ്ടും നമുക്ക് ഈ പ്രഭാതത്തിൽ വചനധ്യാനമായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൊണ്ട് നൽകുന്ന ഓർത്ത് എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതായ വിഷയം സഹിഷ്ണുതയോടെ വ്യായാമം ചെയ്യുക. സഹിഷ്ണുതയോടെ വ്യായാമം ചെയ്യുക. നമുക്ക് വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് എബ്രായർക്ക് ലേഖനം 12:1. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം 12:1 ഇപ്രകാരമാണ്: ആകയാൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകപ്പിടുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. ആ വാക്യത്തിന് പറഞ്ഞ സ്ഥിരതയോടുകൂടെ ഓടുക, സ്ഥിരതയോട് ഓടുക. നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ഉസൈൻ ബോൾട്ടിനെ. എക്കാലത്തെയും മികച്ച ഓട്ടക്കാരനായി കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വാസ്തവത്തിൽ തുടർച്ചയായി 3 ഒളിമ്പിക് ഗെയിമുകളിലും 100 മീറ്റർ, 200 മീറ്റർ, അതുപോലെ 4x100 മീറ്റർ റിലേ എന്നിൽ വിജയം വരിച്ചതായ ഒരു വ്യക്തിയാണ് ഉസൈൻ ബോൾട്ട്. മാത്രം 8 തവണ അദ്ദേഹം സ്വർണ്ണ മെഡൽ ജേതാവുമാണ്. മിന്നൽ വോൾട്ട് എന്ന പേരാണ് അറിയപ്പെടുന്നത്. മിന്നൽ ബോൾട്ട് എന്ന പേരിലാണ് വാസൽ അതിന് വെളിപ്പേര്. ജമൈക്കൻ രാജ്യക്കാരനായ ബോൾട്ട് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ലോക റെക്കോർഡ് ചാമ്പ്യനായി തീർന്നു. ആർക്കും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഓട്ടക്കാരനായ ഈ വ്യക്തിയെ ലോക മനുഷ്യർക്കറിയാം. പക്ഷെ നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ആവശ്യമായ വ്യായാമം ലഭിക്കുവാൻ നിങ്ങൾ ഒളിമ്പിക്സിലൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. പകരം നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കുവാനും സമ്മർദ്ദം ഒഴിവാക്കുവാനും ആരോഗ്യമുള്ള ചർമ്മം, അതുപോലെ നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കുവാനും നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുവാനും അതിനേക്കാൾ ഉപരി വിഷാദം കുറയ്ക്കുവാനും പ്രത്യേകിച്ച് ഹൃദ്രോഗം, ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുവാനും മാരകമായ രോഗങ്ങൾ കുറയ്ക്കുവാനും പകർച്ചവ്യാധികളൊക്കെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനും ഏറ്റവും പ്രധാനം പതിവായി വ്യായാമം ചെയ്യുവാൻ നിരവധി മാർഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കാരണം വ്യായാമത്തിന്റെ അഭാവത്തിലും നിഷ്ക്രിയത്വത്തിലും ഏതൊരു ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്താണെന്നറിയാമോ? മടിയാ, നീ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. നീ ഉറുമ്പിന്റെ അടുക്കൽ അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കും. അത് നായകനില്ല, മേൽവിചാരകനും അധിപതിയും ഇല്ലായിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയാ, നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കം എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടും. ഇതാണ് ഒരു മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്കും ആത്മീക അന്ധതയിലേക്കും ആത്മീകമായ അപകടത്തിലേക്കും കൊണ്ടെത്തിക്കും. എന്നാൽ നിരന്തരമായ വ്യായാമത്തിലൂടെ നമുക്കൊരു ആത്മീകമായ ശാരീരവും ആത്മീകമായ ഉത്തേജനം നമുക്ക് കെട്ടിപ്പടുക്കുന്ന കാണാൻ സാധിക്കും. എപ്പോഴും ഏത് സമയത്തും ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈനംദിനമായ വ്യായാമത്തിലൂടെ സാധിക്കും എന്നുള്ളത് യാതൊരു തർക്കമില്ല. ഇവിടെ സരസ്വയ്ക്ക് 6-ാം അധ്യായം 12-ാം വാക്യം 6 മുതൽ 12 വായിക്കുമ്പോൾ, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ നിന്റെ ബുദ്ധിമുട്ട് ആയുധവാണിയെ പോലെ വരും എന്ന് ജ്ഞാനികൾ ശാലം പ്രഖ്യാപിക്കും. നമ്മുടെ ഉറക്കം അനാരോഗ്യത്തിന് കാരണമായി തീരും. നമ്മുടെ മടി പിടിച്ചുള്ളതായ ഇരിപ്പ്, കിടപ്പ്, നിൽപ്പ് ഇതെല്ലാം നമ്മുടെ ആത്മീകമായ അന്ധതയ്ക്ക് കാരണമായി തീരും. പകരം നിരന്തരമായുള്ള വ്യായാമ രീതികളിലൂടെ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കഴിയും. ആ ആരോഗ്യം മെച്ചപ്പെടുത്തുമ്പോൾ മാത്രമേ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, ആദാമിനും ഹവ്വായ്ക്കും അവരുടെ ആദ്യത്തെ പൂന്തോട്ടം പരിപാലിക്കുവാൻ ശുദ്ധമായി ലഭിക്കുന്ന സ്ഥലത്ത് വ്യായാമം ചെയ്യുവാനുള്ളതായ വരം ദൈവം നൽകി. യഹോവയാ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ, അതിനെ കാപ്പാനും അവിടെ ആക്കിയെന്ന് പറയുന്നു. വെറുതെ ഇരിക്കുവാനായിട്ടല്ല, അതിനെ സൂക്ഷിക്കുവാനും അവിടെ വേല ചെയ്യുവാനും അവരെ അവിടെ ആക്കി വെച്ചു എന്ന്.
യേശുവിന്റെ ശുശ്രൂഷ കാലങ്ങളിൽ പാലസ്തീനിലെ റോഡുകളിലൂടെ നടന്നതിനാൽ വ്യക്തിപരമായ വ്യായാമത്തിനൊരു മാതൃക വെച്ചതായി നമുക്ക് ചിന്തിക്കാനിടയായി. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ജീവിതത്തെ ഇപ്രകാരം പറയുകയാണ്: സഹിഷ്ണുത കൊണ്ട് നേരിടേണ്ട ഒരു ഓട്ട മത്സരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ശാരീരികമായ വ്യായാമം മനസ്സിനെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ ആത്മിക ഓജസ് വർദ്ധിപ്പിക്കുവാനും ഇടയായി തീരുമെന്ന് അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ദൈവത്തിന്റെ ദാസൻ നമുക്ക് മുന്നേ കടന്നു പോരില്ല ഒരു വലിയ സാക്ഷികളാണ് നിലനിൽക്കുന്നുണ്ട്. എന്താ കാരണം? അവരുടെ ശാരീരിക ക്ഷമത, അവരുടെ ആത്മീകമായ ഉത്തേജനം, അവരുടെ ശക്തി, അവരുടെ ബലം ഇതെല്ലാം വർദ്ധിക്കുന്ന കാരണം അവര് വ്യായാമത്തിലൂടെ ഒരു ശക്തമായ ദൃഢമായ ഉറപ്പും ധൈര്യവും അവർ സമ്പാദിക്കാനിടയായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മുടെ വേദപുസ്തകത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി ദിവസം 3-19 വാക്യം നമ്മൾ വായിക്കും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരുവോളം. അപ്പൊ മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കണം. അതൊരു വ്യായാമമാണ്. അതൊരു വ്യായാമമാണ്. വിയർപ്പോടെ നമ്മുടെ ശരീരം വിയർക്കണം. നമ്മുടെ നാഡീ ഞരമ്പുകൾക്കെല്ലാം എന്തുണ്ടാകണം? ചലനമുണ്ടാകണം. അതൊരു വ്യായാമമാണ്. ആ വ്യായാമത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ശക്തമായ വേല ചെയ്തെടുപ്പെന്ന് കാണാൻ കഴിയും എന്നൊരു യാതൊരു തർക്കവും. അതുകൊണ്ട് ഒരു വലിയ സാക്ഷി സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ആ സമൂഹത്തോടൊപ്പം ചേരുവാൻ, നമ്മളും സാക്ഷികളായി തീരുവാൻ ഇപ്രകാരം പറയുന്നത്: നമ്മുടെ സകല ഭാരവും മുറുകെ പെടുന്ന പാപം വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടുകൂടെ ഓടുകയാണെങ്കിൽ നമുക്ക് ഓട്ടം ദഹിക്കുന്ന സാധിക്കും. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാം. നമ്മുടെ കണ്ണിലടയ്ക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നമ്മൾ കേട്ടതായ ദൈവത്തിന്റെ വചനം സഹിഷ്ണുതയോടെ വ്യായാമം ചെയ്യുക. ദൈവമേ, ക്ഷമയോടുകൂടെ, സഹിഷ്ണുതയോടുകൂടെ, താഴ്മയോടുകൂടെ വ്യായാമം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ, നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ പ്രേക്ഷകരായ അവിടെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അതിനാവശ്യമായ ബലം പരിശുദ്ധാത്മ ലഭിക്കാനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേട്ട വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ 160 വിളയുവാൻ കർത്താവ് സഹായിക്കും. പ്രാർത്ഥന കേട്ടനായി ദൈവത്തിന് സ്തോത്രം. സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ